സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതികളും മുൻനിർത്തി ഒരു മികച്ച വിജയം LDF അർഹിക്കുന്നുവെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. എന്നാൽ നാടിന്റെ വികസനവും ജനങ്ങളുടെ ക്ഷേമവും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വോട്ടർമാരുടെ മുഖ്യ പരിഗണനാ വിഷയങ്ങളായി കൊള്ളണമെന്നില്ല എന്ന യാഥാർത്ഥ്യം ഞങ്ങൾ തിരിച്ചറിയുകയാണ്. ഏതേത് കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് ആത്യന്തികമായി തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. അവരുടെ തീരുമാനത്തെ ഞങ്ങൾ മാനിക്കുന്നു. എങ്കിലും ഈ ഫലത്തെ മുൻനിർത്തി UDF കേന്ദ്രം നടത്തുന്ന ചില വ്യാഖ്യാനങ്ങളെ തള്ളിക്കളയേണ്ടതായിട്ടുണ്ട്. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും കേരളത്തെ ഇരുട്ടിലാക്കിയ UDF കാലം തിരികെ വരണമെന്നാണ് ഈ ജനവിധിയെന്ന് വാദിക്കുന്നത് യുക്തിരഹിതമാണ്. പരീക്ഷാക്കാലത്തും പാഠപുസ്തകം എത്താത്ത ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടന്ന ആ പഴയ കാലത്തേക്ക് തിരിച്ചുപോകാൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുന്നില്ല. LDF ഭരണത്തിന്റെ ഭാഗമായി കേരളത്തിലുണ്ടായ നല്ല മാറ്റങ്ങൾ ജനങ്ങൾ ഇതിനകം സ്വീകരിച്ചിട്ടുള്ളതാണ്. ആ മാറ്റങ്ങളെയെല്ലാം ജനങ്ങൾ തിരസ്കരിച്ചത്. എന്നിട്ടും തദ്ദേശ വിധി മറിച്ചായത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾ ഗൗരവമായി പരിശോധിക്കും. ജനങ്ങളിൽ നിന്നും പഠിച്ചും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തിയും കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയും LDF മുന്നോട്ട് പോകും. ഇടതുപക്ഷത്തിന് പരാജയം അത്ര അപരിചിതമായ കാര്യമല്ല. 2010 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ വലിയ തിരിച്ചടി ഞങ്ങൾ നേരിട്ടിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ അനുഭവങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടാണ് പിന്നീട് മഹാവിജയത്തിലേക്ക് LDF നടന്നു കയറിയത്. ഏതെങ്കിലും പരാജയം ചരിത്രത്തിന്റെ അവസാനമല്ല എന്ന് ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ജനപക്ഷ രാഷ്ട്രീയം ആത്യന്തികമായി ജയിച്ചേ തീരൂ എന്ന ഉറച്ച ബോധ്യം ഞങ്ങൾക്കുണ്ട്. ശക്തമായി തന്നെ ഞങ്ങൾ തിരിച്ചുവരും. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അതീവ ഗൌരവമായ മറ്റൊരു വശം കൂടിയുണ്ട്. തലസ്ഥാന നഗരത്തിൽ NDAക്ക് മേൽക്കൈ നേടാനായതും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വർഗീയതയുടെ സ്വാധീനം ശക്തമായതും മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരെയും ആശങ്കപ്പെടുത്തുന്നതാണ്. വർഗീയ ശക്തികളുടെ ദുഷ്പ്രചരണങ്ങളിലും കുടില തന്ത്രങ്ങളിലും ജനങ്ങൾ അകപ്പെട്ടു പോകാതിരിക്കുവാനുള്ള ജാഗ്രത ഇനിയും ശക്തമാക്കേണ്ടതുണ്ട് എന്ന് മുന്നറിയിപ്പ് ഈ ഫലം നൽകുന്നത്. എല്ലാത്തരം വർഗീയതയ്ക്കും എതിരായ പോരാട്ടം കൂടുതൽ ശക്തമായി തുടരേണ്ടതായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിച്ച് ജനങ്ങളുടെ ആകെ പിന്തുണ ആർജിച്ച് മുന്നോട്ട് പോകാനുള്ള ചർച്ചകളിലേക്കും തീരുമാനങ്ങളിലേക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരുന്ന നാളുകളിൽ മുന്നോട്ട് പോകും. LDFന്റെ അടിത്തറ കൂടുതൽ ഭദ്രമാക്കുവാനും സർക്കാരിന്റെ വികസന ജനക്ഷേമ പദ്ധതികൾക്കുള്ള ജനപിന്തുണ വർദ്ധിപ്പിക്കുവാനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കും. ഈ തിരുവനന്തപുരം നഗരസഭയിൽ ആകെ 100 വാർഡുകളിലെത്തിക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, തെരഞ്ഞെടുപ്പ് വിജയത്തൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു. ഒന്ന്, ഈ നഗരസഭ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള നഗരസഭ വളരെ മാതൃകാപരമായ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. രാജ്യത്തിന് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ വികസന പ്രവർത്തനങ്ങളെല്ലാം ജനങ്ങളുടെ ഇടയിലേക്ക് വേണ്ടവണ്ണം എത്തിയില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി കഴിയുന്നത്. എന്ന് മാത്രമല്ല, 58.2% പോളിംഗ് മാത്രമേ നടന്നിട്ടുള്ളൂ. 58.24%. അതായത് ആകെ 8,14,967 പേരിൽ 8,14,967 പേരിൽ 4,04,620 പേർ മാത്രമാണ് വോട്ട് ചെയ്തത്. 58% ആൾക്കാർ മാത്രമാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഇതിനേക്കാൾ കൂടിയ പോളിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പോളിംഗ് കുറഞ്ഞതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പരിശോധന നടത്തും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.